പന്തപ്പള്ളിയെ ചോദ്യം ചെയ്താൽ കെ പി യോഹന്നാന്റെ കൊലപാതക ചുരുളഴിയും. ഒരു പാട്ടുകാരൻ ഇങ്ങനെ എഴുതി വെച്ചു: എൻ്റെ പേര് ഡോക്ടർ കെ പി യോഹന്നാൻ. ഇത് ആത്മീയ യാത്ര എന്ന ഇൻട്രോയ്ക്ക് ശേഷം ആശ്വാസദായകൻ യേശു നയിക്കുന്ന ആത്മീയ യാത്രയിൽ പങ്കുചേരൂ എന്ന അവതരണ ഗാനവും കേട്ട് കെ പി യോഹന്നാന്റെ വാക്കുകൾക്കായി കാതോർത്ത് കിടക്കുന്ന എൻ്റെ ഒരു കുട്ടിക്കാലം ഞാൻ ഓർത്തു പോകുന്നു. രാവിലെ 6 മണിയോടെ അമ്മച്ചി കൊണ്ട തരുന്ന കട്ടൻ കാപ്പിയും കുടിച്ച് അച്ചായനെയും കെട്ടിപ്പിടിച്ച് പുതപ്പ് മൂടിക്കിടക്കും ആത്മീയ യാത്ര തീരുന്നത് വരെ. ഒരു കാലത്ത് മധ്യ കേരളത്തിലെ ക്രൈസ്തവ വീടുകളിൽ സഭാവ്യത്യാസമില്ലാതെ രാവിലെ 6:30 റേഡിയോ തുറന്നിരിക്കും കെ പി യോഹന്നാന്റെ ആത്മീയ യാത്ര കേൾക്കുവാൻ. അതുവരെ കേട്ട് തഴമ്പിച്ച ഉപദേശിമാരുടെ സംസാര രീതിയോ അവതരണ ശൈലിയോ അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ. മൈക്കിലൂടെ ബൈബിൾ പ്രസംഗം നടത്തുകയല്ല, മറിച്ച് ഓരോരുത്തരോടും അടുത്തു വന്നിരുന്ന് സംവദിക്കുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. നമ്മുടെ നാട്ടിൻ പുറത്തും വീട്ടിലുമൊക്കെ നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉദാഹരണങ്ങളായി പറഞ്ഞാകും വചനത്തിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ ശ്രോതാക്കളായ വിശ്വാസികളുമായി പെട്ടെന്നൊരു വൈകാരിക ബന്ധം സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. കുടുംബത്തിലെ ഒരു മൂത്ത കാരണവർ സംസാരിക്കുന്ന ശൈലി അദ്ദേഹത്തെ ജനപ്രിയനാക്കി. ബൈബിളിൻ്റെ വലിയ വ്യാഖ്യാനങ്ങളിലേക്കൊന്നും അദ്ദേഹം കടന്നില്ല, മറിച്ച് നിത്യജീവിതത്തിലെ സന്ദർഭങ്ങൾ ഉദ്ധരിച്ച് ഉപദേശങ്ങളായിരുന്നു കൂടുതൽ. ടെലിവിഷൻ പ്രചാരത്തിലായതോടെ തട്ടകം അതിലേക്ക് മാറി. അപ്പോഴേക്കും റേഡിയോ വഴി അദ്ദേഹം സൃഷ്ടിച്ച ആരാധക സാമ്രാജ്യം വലുതായി കഴിഞ്ഞിരുന്നു. കാലക്രമേണ ബിലീവേഴ്സ് ചർച്ച് എന്ന സ്വന്തം സഭയായി മാറി. ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സ്വന്തം കൂട്ടായ്മയാണ് ബിലീവേഴ്സ് സഭയായി രൂപാന്തരം പ്രാപിച്ചത്. ഒരു പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ സഭയാണ് ബിലീവേഴ്സ് ചർച്ച് എന്ന് അക്കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധരിലും ദൈവമാതാവ് എന്ന സങ്കല്പത്തിലും വിശ്വാസമില്ലാത്ത സഭ. എന്നാൽ വിശ്വാസത്തിൻ്റെ അടയാളമായി കുരിശുണ്ട്. മാർത്തോമാ സഭയുടെ ആചാര വിശ്വാസ രീതികളോട് ഏറെ സമാനതകളുമായാണ് ബിലീവേഴ്സ് ചർച്ച് രൂപപ്പെട്ടത്. അദ്ദേഹം ജനിച്ചതും ഒരു മാർത്തോമാ കുടുംബത്തിലായിരുന്നു. പ്രായോഗികമായ ക്രിസ്തീയ ജീവിതം എന്നതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം. അതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ക്രിസ്തുവിനെയും വചനത്തെയും അദ്ദേഹം പ്രായോഗികമായ മാർഗത്തിൽ ഉപയോഗിച്ചു. സമ്പത്തുണ്ടാക്കി, സഭയും ഉണ്ടാക്കി. ഒടുക്കം ആ സമ്പത്ത് തന്നെ അദ്ദേഹത്തിന് വിനയായി മാറി. മറ്റു പൗരോഹിത്യ പാരമ്പര്യ സഭകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹം സഭ പടുത്തുയർത്തിയതും പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയതും ഒന്നും നമ്മുടെ നാട്ടിലെ വിശ്വാസികളെ ചൂഷണം ചെയ്തായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രായോഗിക ബുദ്ധിയിലൂടെ പരിധിയില്ലാത്ത വിദേശ പണം ഇവിടെ കൊണ്ടുവന്നു. അനേകർക്ക് അതുകൊണ്ട് ഒരു ജീവിതമാർഗം ഉണ്ടായി എന്നതും വിസ്മരിക്കാൻ പാടില്ലാത്ത സത്യമാണ്. സാധാരണക്കാരെയോ സർക്കാരിനെയോ അദ്ദേഹം പിടിച്ചുപറിച്ച് സമ്പാദ്യം ഉണ്ടാക്കിയിട്ടില്ല എന്ന് ചുരുക്കം. വിദേശ നാണയ വിനിമയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ പരാതി പലതും നിലനിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഉണ്ടാക്കിയ പ്രസ്ഥാനങ്ങളിലൂടെ അനേകർക്ക് ജീവിതവും ജീവിതോപാധിയും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പച്ചയായ പരമാർത്ഥമാണ്. അച്ചായ, ഉണ്ണാനും ഒടുക്കാനും ഉണ്ടെങ്കിൽ നമുക്കത് മതി എന്ന അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്നും ഒരു കോർപ്പറേറ്റ് സഭ, ഒരു ബിഷപ്പ് പരിവേഷത്തിലേക്ക് അദ്ദേഹം മാറിയപ്പോൾ മുതലാണ് അദ്ദേഹം ഒരു വിവാദ പുരുഷനാകുന്നത്. പണം വന്ന് കുമിഞ്ഞുകൂടിയപ്പോൾ മറ്റ് പാരമ്പര്യ പൗരോഹിത്യ സഭകളുടെ അന്തസ്സ് തങ്ങൾക്കില്ല എന്ന് ഒരു മാർത്തോമാ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് ഒരുപക്ഷെ തോന്നിയിരിക്കണം. അങ്ങനെ തട്ടിക്കൂട്ടി ചേരാത്ത വേഷവിധാനങ്ങളും അവിടെ നിന്നും ഇവിടെ നിന്നും ചുരണ്ടി പ്രാർത്ഥനാക്രമങ്ങളും ഒക്കെ ഉണ്ടാക്കി മറ്റൊരു സഭ കൂടി ഉണ്ടാക്കി. അതുവരെ അദ്ദേഹം കാത്തു സൂക്ഷിച്ച ആ സ്വാഭാവികത നഷ്ടമായി. പൗരോഹിത്യ സഭയാകുവാനും കൈവപ്പ് ലഭിക്കുവാനും നടത്തിയ കോപ്രായങ്ങൾ മറ്റ് സോക്കോൾഡ് പാരമ്പര്യ ക്രൈസ്തവ സഭകളുടെ പരിഹാസത്തിന് പാത്രമായി. അപ്പോഴും സാമ്പത്തികമായി വളരെയേറെ അഭിവൃദ്ധി പ്രാപിച്ച കെ പി യോഹന്നാനും അദ്ദേഹത്തിൻ്റെ സഭയും അതിനെയെല്ലാം കൂളായി അതിജീവിച്ചു. വ്യക്തിപരമായോ കുടുംബപരമായോ സ്വത്തുക്കൾ ആർജിച്ചാൽ അപകടമാണെന്ന് മനസ്സിലാക്കി അതിന് പരിധിയുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം മറ്റ് സഭകൾ ചെയ്യുന്നത് പോലെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം സഭയുടെയും ഭദ്രാസനങ്ങളുടെയും പേരിലാക്കി മാറ്റി. കെ പി യോഹന്നാന്റെ അന്ത്യത്തോടെ ഇനിയുള്ള യുദ്ധം കുടുംബവും സഭയും തമ്മിലായിരിക്കും. അതിനുള്ള ചെറിയൊരു സിംറ്റം പേരിൽ പള്ളിയുള്ള സഭയുടെ PRO എന്ന ഈ പുള്ളിയുടെ സംസാരത്തിലുണ്ട്. സഭയുടെ മെത്രാപ്പൊളിത്തയാണല്ലോ, അപ്പം സഭയുടെ ബിഷപ്സ് കൗൺസിൽ തീരുമാനിക്കുന്ന അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും.
അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട്, അവിടെ ഉണ്ട്, കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ടെല്ലാം നിരന്തരം കമ്മ്യൂണിക്കേഷൻ നമുക്കുണ്ട്. KP യോഹന്നാന് വളരെ ആകസ്മികമായാണ് അപകടമരണം സംഭവിച്ചത് എന്ന് നമുക്ക് തോന്നുമെങ്കിലും സഭയുടെ പ്രവർത്തകർ വളരെ കൂളാണ്. ബിലീവേഴ്സ് ചർച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെടുംതൂൺ എന്ന് പറയുന്നത് KP യോഹന്നാൻ ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പോയതിൻ്റെ ആദിയോ വ്യാധിയോ ഒന്നും അവരുടെ മുഖത്തില്ല. അവർക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ യാതൊരു സംശയവുമില്ല, ആദിയുമില്ല. ഇതെല്ലാം കരുതിയതുപോലെ എന്ന ഭാവമായിരുന്നു. അപകടം നടന്നത് അമേരിക്കയിലായിരുന്നിട്ടും വാഹനമിടിച്ച വ്യക്തി ആരാണെന്നും അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്നും പുറത്തു വരാത്ത സാഹചര്യത്തിലും സഭയ്ക്ക് യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചില്ലേ എന്നാണ് പന്തപ്പള്ളി പാതിരി പറയുന്നത്. സംസ്കാര ശുശ്രൂഷകൾ ഇന്ത്യയിൽ ചെയ്യണമെന്നുള്ളതാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. എന്തായാലും അതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള തീരുമാനം ഇന്ന് വൈകിട്ട് ഏകദേശം രാത്രിയോടുകൂടിയാണ് സീനിയർ ബിഷപ്സ് എത്തിച്ചേരുന്നത്. നാളെയോടുകൂടി എല്ലാ ബിഷപ്പ്മാരും ഇവിടെ എത്തിച്ചേരും. പല ഭാഗത്തുനിന്നും, രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും വരേണ്ട ആളുകളുണ്ട്. അപ്പോൾ നാളെയോടുകൂടി എല്ലാ ബിഷപ്പ്മാരും വരത്തുള്ളൂ. പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി സീനിയർ ബിഷപ്സ് എത്തി അവർ വരുന്ന മുറയ്ക്ക് തന്നെ അടിയന്തരമായി സെനറ്റ് കൗൺസിൽ യോഗം ചേരുകയും ചെയ്യും. അവിടെ ആയിരിക്കും ഫൈനൽ തീരുമാനങ്ങളുണ്ടാവും. പക്ഷേ ഞാൻ എല്ലാവരോടും സംസാരിച്ച വെളിച്ചത്തിൽ ഇന്ത്യയിൽ തന്നെ നടത്തണം എന്നുള്ളതാണ് തീരുമാനമുള്ളത്. തിരുവല്ല ആസ്ഥാനത്ത് മന്ദിരത്തിൽ തന്നെ നടത്തണം. തിരുവേനയ്ക്ക് എപ്പോഴും ആഗ്രഹങ്ങളും തിരുമേനോട് ഓർമ്മകളെല്ലാം ഇവിടെയാണല്ലോ കൂടുതലുള്ളത്. ഈ അപകടത്തിന്റെ കാരണങ്ങളെ സംബന്ധിച്ച് പല ചർച്ചകളുണ്ട്. സഭയ്ക്ക് എന്തെങ്കിലും ആശങ്കകളുണ്ടോ അതിനകത്ത്? നിലവിൽ സഭയ്ക്ക് ഒരാശങ്കയുമില്ല. എല്ലാം വളരെ ക്ലാരിറ്റി ഉള്ള സമയമാണുള്ളത്. അവിടെ ഞങ്ങളവിടുത്തെ പോലീസ് ഓഫീസേഴ്സിനെ ബന്ധപ്പെട്ടിരുന്നു. അതിൻ്റെ പോലീസ് റിപ്പോർട്ടുകളുണ്ട്. അപ്പം നിലവിൽ ഒരു ആശങ്കയും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇല്ല. ഒരു അപകട മരണമായിട്ട് തന്നെയാണ് തിരുമേനിയുടെ സമയം ദൈവം നിശ്ചയിച്ച അനുസരിച്ച് തീർന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തിരുമേനി പുറത്ത് നടക്കാൻ പോയപ്പോണ്ടായ ഒരു അപകടമായിട്ട് തന്നെയാണ് വളരെ ക്ലാരിറ്റിയോടുകൂടി അതിനെ കാണുന്നത്. ഇന്നിറങ്ങിയ പത്രമാധ്യമങ്ങൾ വായിച്ചാൽ ഒരു PR ക്യാമ്പയിൻ എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം നമുക്ക് കാണാം. അമേരിക്കയിൽ അജ്ഞാത വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ KP യോഹന്നാന്റെ മരണത്തിന് മനോരമ കൊടുത്ത തലക്കെട്ട് മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്ത കാലം ചെയ്തു എന്നാണ്. യോഹന്നാനോടുകൂടി ഒരു കാലഘട്ടം ഇവിടെ മറയുന്നൊന്നുമില്ല. പരസ്യരൂപത്തിൽ KP യോഹന്നാന്റെ കയ്യിൽ നിന്നും കിട്ടിയ കോടിക്കണക്കിന് രൂപയുടെ പരസ്യത്തിന്റെ ഒരു നന്ദി പ്രകാശനം എന്നേ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കൂ. KP യോഹന്നാനെ കാലൻ കൊണ്ടുപോയി, അല്ലെങ്കിൽ KP യോഹന്നാൻ അന്തരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മതി. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ അകത്തെ പേജുകളിൽ കാവ്യാത്മകമായി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടാൽ ക്രിസ്തുവിൻ്റെ പുനർജന്മമാണ് KP യോഹന്നാൻ എന്ന് തോന്നിപ്പോകും. നാളെപ്പറ്റി നമുക്കറിയത്തില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം എവിടെയായിരിക്കും? വീട്ടിലോ, ആശുപത്രിയിലോ, വേറെ രാജ്യത്തോ, വഴിയിലോ, മോട്ടോർ സൈക്കിളിലോ, കാറിലോ, ആശുപത്രിയിലോ എവിടെയായിരിക്കും? എങ്ങനെയായിരിക്കും? നമുക്കറിയത്തില്ല. എത്ര വർഷം ജീവിച്ചിരിക്കും അറിയത്തില്ല. പക്ഷെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ എല്ലാം മനസ്സിൽ ഓർമ്മകൾ, there are sharp memories that stays with us. KP യോഹന്നാന്റെ വാക്കുകൾ അറം പറ്റിയതാണോ, അതോ ഈ വാക്കുകളെ പിന്തുടർന്ന് പ്രൊഫഷണൽ സംഘം അദ്ദേഹത്തെ കാലുപിരിക്കയച്ചതാണോ എന്ന് കണ്ടെത്തണം. ഇവരുടെ ആത്മീയത മറയാക്കിയുള്ള കച്ചവടം മുന്നോട്ട് പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തിരുവല്ലയിൽ സഭയുടെ ആസ്ഥാനത്ത് കൊണ്ട് സംസ്കരിക്കണം. അതുകൊണ്ട് KP യോഹന്നാന്റെ മൃതശരീരം ഇവിടെ എത്തിക്കും. അതുപോലെ മറ്റ് പൗരോഹിത്യ സഭകളുടെ അധ്യക്ഷന്മാരെ ഇരുത്തിയാണ് അടക്കുന്നത്. ഇദ്ദേഹത്തെ എങ്ങനെ അടക്കും എന്ന വെല്ലുവിളിയാണ് ഇപ്പോൾ ഇവരുടെ മുന്നിലുള്ളത്. വണ്ടിയിടിച്ച് തകർത്ത ശരീരം, ഗുരുതരമായ ഹെഡ് ഇഞ്ചുറി ഉണ്ടായി ന്യൂറോ സർജറി ചെയ്ത ശിരസുമായി എങ്ങനെ ഇരുത്തി അടക്കാൻ പറ്റും? നഗരി കാണിക്കൽ നടത്തുവാൻ പറ്റും. അതുകൊണ്ട് ഇരുത്തിയാണോ കിടത്തിയാണോ അടക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൻ്റെ അവസ്ഥ കണ്ടിട്ടാവും ഇവർ തീരുമാനിക്കുക. കാറ് കൊണ്ടിടിച്ച് കൊലപ്പെടുത്തിയ KP യോഹന്നാന്റെ മരണകാരണം ഇപ്പോൾ ഇവർ ഹൈലൈറ്റ് ചെയ്യുന്നത് കാർഡിയാക് അറസ്റ്റ് എന്നാണ്. വണ്ടിയിടിച്ച് കാലം ചെയ്തു എന്ന് എഴുതുവാൻ പത്രക്കാർക്ക് ഒരു വൈക്ലഭ്യം ഉണ്ടാകാതിരിക്കാനാവണം ഇപ്രകാരം പറയുന്നത്. അപ്പോഴും നല്ലൊരന്ത്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് സ്വർഗത്തിലേക്ക് കൈകൾ വിരിച്ചു നിന്ന് പ്രാർത്ഥിക്കുന്ന പുരോഹിതന്, സഭാധ്യക്ഷന് പെടുമരണമുണ്ടാകുമ്പോൾ, വിശ്വാസികൾ ഞങ്ങളുടെ ബിഷപ്പിന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ എന്താകും ദൈവമേ എന്ന് ചിന്തിക്കില്ലേ എന്ന വിഷയവും ഇവിടെയുണ്ട്. ഞങ്ങൾക്ക് KP യോഹന്നാനെ വണ്ടി ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് KP യോഹന്നാന്റെ വിശ്വസ്തനായ സിജോ പന്തപ്പള്ളി ഉറച്ചു പറയുമ്പോൾ ഇവിടെ നിന്നും ഞങ്ങളുടെ ആദ്യ സംശയം ഉടലെടുക്കുന്നു. എന്തുകൊണ്ട്? സംശയമില്ല. ആരുടെ വണ്ടിയാണ് ഇടിച്ചത്?
ആരാണ് ആ വണ്ടി ഓടിച്ചത്? ആ ഡ്രൈവറുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അദ്ദേഹം എങ്ങോട്ട് പോവുകയായിരുന്നു? അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഒരു മാസക്കാലത്തെ ഫോൺ കോൾ ഹിസ്റ്ററി, ഈ സംഭവത്തിന് മുമ്പ് ആരെ വിളിച്ചു, ശേഷം ആരെ വിളിച്ചു, ഇതൊക്കെ പരിശോധനാ വിധേയമാക്കിയില്ല എന്നിരിക്കെ സിജോ പന്തപ്പള്ളിക്ക് സഭയ്ക്കിതിൽ യാതൊരു സംശയവുമില്ല എന്ന് എങ്ങനെ പറയുവാൻ പറ്റും? തിടുക്കപ്പെട്ട് കെ പി യോഹന്നാൻ എന്തിനാണിപ്പോൾ അമേരിക്കയിലേക്ക് പോയത്? പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നോ? ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ സ്വകാര്യ വിദേശ സന്ദർശനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടേ? ബിഷപ്പും പിണറായിയും തമ്മിൽ ശബരിമല എയർപോർട്ട് വിഷയത്തിൽ ഉണ്ടായിരുന്ന ധാരണ എന്തായിരുന്നു? ഒടുക്കം ബിഷപ്പ് അതിൽ നിന്നും പിന്മാറി ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ കരസ്ഥമാക്കാനുണ്ടായ കാരണം എന്താണ്? അത് അന്വേഷിക്കേണ്ടേ? അതിൽ അലോസരം പൂണ്ടത് ആരൊക്കെയാണ്? അതുപോലെ പിണറായി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ വിദേശത്ത് കൊണ്ടുപോകുന്നത് ഞാനായിരുന്നു, മുഖ്യമന്ത്രിയെ പഠിപ്പിക്കുവാൻ കൊണ്ടുപോകുന്നത് ഞാനായിരുന്നു, ഞാനില്ലാതെ അവർ ഇതുവരെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞ ഒരു ജെട്ടി വ്യവസായിയും ഇവരുടെ പുറകെ ഇന്ത്യ വിട്ടിരുന്നു. എവിടെ പോയി? എന്തിനു പോയി? അന്വേഷണം വേണ്ടേ? കെ പി യോഹന്നാൻ്റെ കുടുംബാംഗങ്ങളെ ഒഴിവാക്കി ഇനി ആരാകും സഭയുടെ പരമാധ്യക്ഷനാകുന്നത് എന്നും കാത്തിരുന്ന് കാണണം. കെ പി യോഹന്നാൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് സഭ പറഞ്ഞാൽ അറിയാതെയെങ്കിലും ഈ കാര്യങ്ങളിലേക്ക് അന്വേഷണം എത്തിയാൽ കാര്യങ്ങൾ പാളും. അതുകൊണ്ടാണ് സിജോ പന്തപ്പള്ളി പറയുന്നത് ഞങ്ങൾക്ക് കെ പി യോഹന്നാൻ്റെ മരണത്തിൽ യാതൊരു സംശയവുമില്ല എന്ന്. എന്നാൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഇതൊരു ആകസ്മികമായ അപകടമരണമല്ല, വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് എന്ന്. അത് സമർത്ഥമായി അമേരിക്കയിൽ എക്സിക്യൂട്ട് ചെയ്തു എന്ന്. സിജോ പന്തപ്പള്ളി എന്ന പാതിരിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ വിവിധ ഫോൺ വഴി നടത്തിയ കമ്മ്യൂണിക്കേഷനുകളും യാത്രകളും അന്വേഷണ വിധേയമാക്കിയാൽ ഇതിലെ ചുരുളുകളഴിയും എന്നുറപ്പാണ്. കെ പി യോഹന്നാൻ്റെ പിതാവും മരിച്ചത് 74-ാം വയസ്സിലാണ്. അതുപോലെ കെ പി യോഹന്നാനും കൊല്ലപ്പെട്ടത് 74-ാം വയസ്സിലാണ് എന്നൊരു ആകസ്മികതയും ഭാവിയിൽ മാർക്കറ്റ് ചെയ്യുവാൻ സ്കോപ്പുള്ള ഒരു വസ്തുതയാണ്. 1974 കാര്യമാണ് പറയുന്നത്. എൻ്റെ പിതാവ് മരിച്ചു. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത കാര്യമാണ്. 74-ാമത്തെ വയസ്സിലാണ് സംഭവിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു അസുഖമായി തിരുവല്ല മെഡിക്കൽ മിഷനിൽ കൊണ്ടുപോയി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി നടത്തി, പുള്ളി മരിച്ചു. ഡോക്ടർ ജോൺ, തൻ്റെ ഭാര്യ എൻ്റെ ഫ്രണ്ട്സാണ്, അദ്ദേഹമാണ് സർജറി ചെയ്തത്. എൻ്റെ പിതാവ് ഈ ചോദ്യം ചോദിക്കുന്നു എന്ന് ചിന്തിക്കുക. എൻ്റെ ആയുസ് എത്ര എന്നും എന്നെ അറിയിക്കണമേ. എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചാലും ഉത്തരമില്ലാത്ത ഒരു പ്രാർത്ഥനയാണ്. പക്ഷെങ്കിൽ ഉത്തരമുണ്ട്. ഏറെ ആയാൽ 80. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും അവൻ ഒരു ശ്വാസം അത്രേ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.